ഡിയർ ഫ്രണ്ട്സ്, ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻ മെക്കാനിസംസും പല നെയിം റിയാക്ഷൻസും ഒക്കെ പഠിച്ച് നമുക്കൊരു റിലാക്സേഷൻ ആവശ്യമാണെന്ന് തോന്നുന്നൊരു ഘട്ടത്തിൽ പഠിക്കാനുള്ള വിഷയം തന്നെ ഒന്ന് സിമ്പിളാക്കി പഠിക്കാനാണ്. നമുക്കൊരു അല്പം ലൈറ്റായിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഫിനോഫ്തലിൻ നിങ്ങൾക്കറിയാം. It's an acid-base indicator. This is used for the detection of end point in acid-base titration. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസേഷൻ എത്തുന്ന പോയിന്റിൽ ആ മീഡിയത്തിൽ ഫിനോഫ്തലിൻ ഉണ്ടെങ്കിൽ നമുക്കൊരു കളർ ചേഞ്ച് കിട്ടും. അതായത് ആസിഡ് മീഡിയത്തിലും അതുപോലെ തന്നെ ന്യൂട്രൽ മീഡിയത്തിലും ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് കളർലെസ് ആയിരിക്കും. NaOHൻ്റെ പ്രസൻസിലാണ് ആൽക്കലൈൻ മീഡിയത്തിൽ ആൽക്കലൈൻ മീഡിയത്തിലാണ് ഫിനോഫ്തലിന് പിങ്ക് കളർ വരുന്നത്. അപ്പോൾ ഈ ഫിനോഫ്തലിൻ എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫീനോൾ, ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്, അതിലെ ഫീനോളിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനായിട്ടാണ് വരുന്നത്. മാത്രവുമല്ല ഒരു താലിക് അൺഹൈഡ്രേറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും അതിനകത്ത് വരുന്നുണ്ട്. പേരിനകത്ത് തന്നെയുണ്ട് ഫീനോൾ. അപ്പോൾ എന്തായാലും ഫീനോൾ അവിടെ ഉണ്ട്. താലീൻ, അപ്പം താലിക് ആസിഡോ താലിക് ആസിഡ് ഡെറിവേറ്റീവോ എന്തോ ഒന്ന് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നോക്കാം. ഈ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മോളിക്യൂൾ ഫീനോളിൽ നിന്നാണ്. വി ക്യാൻ ടേക്ക് 2 മോളിക്യൂൾസ് ഓഫ് ഫീനോൾ. ഫീനോൾ നമ്മൾ സൗകര്യത്തിന് റിങ് വരയ്ക്കുകയാണ് ബെൻസീൻ്റെ. സെക്കൻഡ് മോളിക്യൂൾ ഓഫ് ഫീനോൾ, അതിലും ഒരു ബെൻസീൻ റിങ് OH. ഇനി നമുക്ക് ഈ ഫിനോളിൻ്റെ രണ്ട് പാരാ പൊസിഷനിലുള്ള 2 ഹൈഡ്രജനാണ് എടുക്കേണ്ടത്. ഈ ഹൈഡ്രജൻ, ഇവിടെയുള്ള ഹൈഡ്രജനെ താലിക് ആസിഡ് എന്ന് പറയുന്നത് ബെൻസീൻ റിങ്ങിൽ COOH ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് താലിക് ആൻഹൈഡ്രേറ്റ്. അപ്പോൾ അതൊരു കാർബൺ ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ടാവും, ഇവിടെയും ഒരു കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാവും. രണ്ടും കൂടി ഒരു ഓക്സിജനിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. ഇത് രണ്ടും ബെൻസീൻ റിങ്ങിൻ്റെ ഓർത്തോ പൊസിഷനിൽ കണക്റ്റഡ് ആയിരിക്കും. സോ ദിസ് ഈസ് താലിക് അൺഹൈഡ്രേറ്റ്. അപ്പോൾ ഇവിടെയുള്ള ഹൈഡ്രജൻ, 2 ഹൈഡ്രജനും ഈ ഓക്സിജനും കൂടെ ചേർന്നിട്ട് നമുക്ക് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റാണ് 2 ഫീനോൾ റിങ്ങും താലിക് ആൻഹൈഡ്രേറ്റ്. അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ സ്ട്രക്ചർ. 2 ഫീനോൾ റിങ്സ്, OH ഗ്രൂപ്പ് എവിടെയുണ്ട്, താലിക് ആൻഹൈഡ്രേറ്റിൻ്റെ കാർബണൈൽ ഗ്രൂപ്പിൽ നിന്ന് കണ്ടൻസേഷൻ നടന്നു. സോ ദിസ് ഈസ് ഫിനോഫ്തലിൻ. ഇറ്റ്സ് എ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് ഓഫ് ഫീനോൾ ആൻഡ് താലിക് ആൻഹൈഡ്രേറ്റ്. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് താലീൻ റിയാക്ഷൻ. അപ്പം മനസ്സിലായില്ലേ? എളുപ്പത്തിൽ നമുക്ക് ഫിനോഫ്തലിൻ സിന്തസൈസ് ചെയ്യാം. സ്റ്റാർട്ടിങ് ഫ്രം ഫീനോൾ, ട്രീറ്റിംഗ് വിത്ത് താലിക് ആൻഹൈഡ്രേറ്റ് ഇൻ പ്രസൻസ് ഓഫ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്. കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്, യൂസ്ഡ് ഫോർ റിമൂവിങ് വാട്ടർ ഫ്രം ദ മോളിക്യൂൾ. ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ വളരെ ഹെവി ആയിട്ടുള്ള റിയാക്ഷൻസ് പഠിച്ചതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇടുക, റിലാക്സ് ചെയ്യുക. പിന്നെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ സിമ്പിൾ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് ഓർത്തെടുത്ത് അതിൻ്റെ റിയാക്ഷൻസും സ്ട്രക്ചറുമൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ റിലാക്സ് ചെയ്ത് ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് ഹൃദിസ്ഥമാക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.